ആയഞ്ചേരി സ്വദേശി വിഷ്ണു പ്രകാശിനെ കാണാതായതിൽ ബന്ധുക്കൾ വടകര സൈബർ സെല്ലിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു യുവാവിനെ കാണാതായത്. ലോൺ ആപ്പിൽ നിന്നും ഭീഷണി ഉണ്ടായതായും ബന്ധുക്കൾ പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 13-ാം തീയതി സുഹൃത്തിനൊപ്പം കോഴിക്കോടേക്ക് പോയ വിഷ്ണു പ്രകാശ് തിരിച്ചു വരാത്തതിൽ തുടർന്നാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം വടകര പോലീസിൽ പരാതി നൽകിയത്. വടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇതിനോടനുബന്ധിച്ച് ബന്ധുക്കൾ ഇന്ന് വടകര സൈബർ സെല്ലിൽ പരാതി നൽകി. ലോൺ ആപ്പിൽ നിന്നും 10,000 രൂപ ലോൺ എടുത്തതായും അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. നമ്മളിപ്പം വന്നതെന്ന് വെച്ചാൽ നമ്മളെ കുട്ടി ഈ 13-ാം തീയതി വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പം പിന്നെ പറഞ്ഞു വെച്ചാൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നാണ് കോഴിക്കോട്. പക്ഷെ 13-ാം തീയതി രാത്രിയായിട്ടും തിരിച്ചു വരാത്തത് കാരണം നമ്മൾ 14-ാം തീയതി അതിൻ്റെ ഒരു കേസ് വടകര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, മിസ്സിംഗ് കേസ്. അപ്പോൾ അതിൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സൈബർ സെല്ലിലും കൂടെ അതിൻ്റെ ഒരു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഡിസംബറിന് മുന്നേ ഇവ സൈബർ ഓൺലൈൻ മൊബൈൽ ആപ്പിലൂടെ ഒരു 10,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോണ് തിരിച്ചടവ് തെറ്റിയത് കാരണം അപ്പോൾ അവിടുന്ന് കോള് വരികയും പിന്നെ അവൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോ ഇട്ടിട്ട് പലതവണയായിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ 12-ാം തീയതി അവന് ലോക്കലിൽ അവിടുന്ന് ഒരു പൈസ എന്തോ ലോണ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരന്ന് 12-ാം തീയതി കോൾ ചെയ്തിട്ട് അവരോട് പറയുന്നുണ്ട്, ഒരു ദിവസം സമയം തരാം, 13-ാം തീയതി സമയം തരാം, 14-ാം തീയതിക്കേക്ക് അതിൻ്റെ കുറച്ച് പൈസയും അടക്കണം, അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിൻ്റെ വീട്ടിലോട്ട് വരും, ബാക്കി എന്താ വെച്ചാൽ നീ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് അവൻ ഭീഷണിപ്പെടുത്തിയത്. അപ്പം പോയ കാരണം ഒന്നുകിൽ ഈ അന്നത്തെ ഓൺലൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാവും, ഇല്ല ഇവർ ഇപ്പം ഇവര് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാളത്തെ പൈസ കിട്ടിയില്ല വീട്ടിൽ വരുമെന്ന്, അല്ലെങ്കിൽ അത് പേടിച്ചിട്ടാണ് പോകാമെന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്താനുള്ള ഒരു നടപടി എടുത്തു തരണം എന്നാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.